അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നിങ്ങൾ സിംഹത്തെ കണ്ടുപഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. കാത്തിരിക്കുക. അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നിങ്ങളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനേ കഴിയൂ. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോട് തുറന്നു പറയും. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ആത്മധൈര്യവും കൂടി അതിന് ആവശ്യമാണ്. നമുക്ക് ഉള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്കുള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സമാധാനമാണ്. ഒരാൾ ഒന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുക. അവരോടൊപ്പം കളിക്കുക. മറ്റാരേക്കാളും നിങ്ങൾ അവർക്ക് മികച്ച സുഹൃത്തായിരിക്കണം. ഈ സമൂഹം ധാരാളം ചീത്ത സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യുന്നു. അവർ അത്തരം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ ഏറ്റവും മികച്ച സുഹൃത്തിനെ അവർക്ക് നിങ്ങളിൽ കണ്ടെത്താൻ സാധിക്കണം. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നല്ലതോ ചീത്തയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. നമ്മുടെ മുന്നിലുള്ള ജീവിതം നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളുടെ മൗനം കൊണ്ട് ഒരു രംഗം ശാന്തമാകുന്നുവെങ്കിൽ, മനോഹരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മൗനം അതിമനോഹരമാണ്. ചില കാത്തിരിപ്പാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നല്ലത് വരുമെന്നുള്ളതല്ല, പകരം എന്തു വന്നാലും കരുത്തുള്ള മനസ്സോടെ നേരിടുമെന്ന തീരുമാനത്തോടെയുള്ള കാത്തിരിപ്പ്. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക. മറ്റാരിൽ നിന്നെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്.